റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ എൻ്റെ ഗോൾസിനെ കുറിച്ച് ഇങ്ങനെ ഷെയർ ചെയ്തു. അതായത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ ഇതൊക്കെ തുടങ്ങി. ഇപ്പോൾ ഇന്ന ഒരു വർഷം കൊണ്ട് ഇന്ന സബ്സ്ക്രൈബേഴ്സ് എത്തണം, അല്ലെങ്കിൽ ഇന്ന മോണിറ്റൈസേഷൻ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, നമ്മളൊരു ഗോൾസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ ഡ്രീംസ്. അതിനെക്കുറിച്ച് ആളോട് ഇങ്ങനെ ഷെയർ ചെയ്തു. ബട്ട് ആളിനോട് റിയാക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് ആൾ പറഞ്ഞത് ഇന്നൊന്നും കൂടി നെഗറ്റീവായി കണ്ട് നമ്മളെ പൊസിഷൻ ചെയ്യുമല്ലോ, ഇങ്ങനെ എന്നോട് പറഞ്ഞത്. അതായത് നമുക്കിപ്പോൾ അതിനൊക്കെ അയക്കണോ, നമ്മളിപ്പോൾ ആ ഏജ് കുറച്ചും കൂടി ഏജ് ആവണ്ടേ, ഇപ്പോൾ ഒരു ചെറിയ പ്രായമല്ലേ, ആ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഏജ് നമ്മൾ അയക്കണം, അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ ചെയ്യാനല്ലേ, അല്ലെങ്കിൽ ആ യൂട്യൂബ് സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള സ്റ്റുഡിയോ സെറ്റപ്പ് ഇപ്പോൾ എൻ്റെ അടുത്തുണ്ടോ, അല്ലെങ്കിൽ ഒന്നും പോട്ടെ അതിലുള്ള നോളജ് എങ്കിലും എൻ്റെ അടുത്തുണ്ടോ, അതായത് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബേസ്ഡ് നോളജ് എങ്കിലും എൻ്റെ അടുത്തുണ്ടോ. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ ടു കീപ്പ് പേഴ്സണലി യുവർ ഗോൾസ് ഫോർ അച്ചീവിങ് ദോസ് ഗോൾസ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് മുബഷിർ. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ കണ്ടന്റ് അറിയണത് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് റിലേറ്റഡ് കണ്ടന്റുകളായിക്കാരം. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് തന്നെ ഞാൻ സംഭവങ്ങളിൽ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഗോൾസ് എത്രത്തോളം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ഗോൾസിനെ പറ്റി, നമ്മളെ ഡ്രീംസിനെ പറ്റി, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളെ കുറിച്ചും മറ്റുള്ള ആൾക്കാരുടെ കുറിച്ച്, അല്ലെങ്കിൽ കൂടുതൽ ഓവറായിട്ട് ഷെയർ ചെയ്താൽ ഉണ്ടാകാൻ പോണ ഡിസ്അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോണ പ്രത്യേകതകളെ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് തന്നെ, ദ മോർ യു ഷെയർ ദി ലെസ് യു അച്ചീവ്. അതായത് നമ്മൾ എത്രത്തോളം ആ സംഭവങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുന്നു, ആ സംഭവങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കുറവേ. കാരണം അതിന് ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിഞ്ച് ആയിട്ടുള്ള സ്റ്റോറി കൊണ്ട് പറഞ്ഞുതരാം. അതായത് ഒരു കാട്ടിൽ ഒരു ലയണും ഒരു ഡോഗും ഉണ്ടായിരുന്നു. ഇപ്പോൾ കാട്ടിലെപ്പോഴും കിങ് അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്നത് ലയണേക്കാരം, സിംഹേക്കാരം. അതിലൊരു ദിവസം ഡോഗ് വന്നിട്ട് സിംഹത്തിനോട് പറഞ്ഞത്, എപ്പോഴും കിങ് എന്ന് പറയുന്നത് ഈ ആണല്ലോ, അതായത് ലയൺ ആണല്ലോ, അപ്പം എനിക്കും കിങ് ആവണമെന്ന് പറഞ്ഞു. ഡോഗ് വന്നിട്ട് ആരുടെ അടുത്ത് പറഞ്ഞു, ലയണിൻ്റെ അടുത്ത് പറഞ്ഞു. ലയൺ പറഞ്ഞു, ഓക്കെ, നാളെ നമുക്ക് എന്ത് ചെയ്യാം, റണ്ണിങ് മത്സരം അല്ലെങ്കിൽ ഒരു ഓട്ട മത്സരം നടത്താം. അതിൽ നാളെ ആരാണ് ജയിക്കണേ, ഓലയിക്കാരൻ നാളെ മുതൽ കിങ്, ഈ കാട്ടിൽ നാളെ മുതൽ ഓലയിക്കാരൻ രാജാവ് എന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ ഡോഗ് എന്ത് ചെയ്യും, ഇത് ഓൻ്റെ നാട്ടിലൊക്കെ പോയി കണ്ട് ഇങ്ങനെ ഓൻ്റെ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഓൻ്റെ സഹോദരന്മാർ, അങ്ങനത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞത്, എനിക്ക് നാളെ ഇങ്ങനെ ഒരു റണ്ണിങ് ഉണ്ട്, ലാൻഡ് അപ്പ് ആണ്, അതിൽ ഞാൻ നാളെ ജയിച്ചു കഴിഞ്ഞാൽ ഞാനേക്കാരൻ നാളെ മുതൽ കിങ് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഇങ്ങനെ റണ്ണിങ്ങിന് വന്നപ്പോൾ സിംഹം ഒറ്റപ്പം വന്നു, നായനൊപ്പം ഈ ഡോഗിൻ്റെ ഒപ്പം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഓൻ്റെ കൂടെ വന്നു ചെയ്തു. സോ അങ്ങനെ ഹാപ്പൻ ചെയ്തതെന്ന് വെച്ചാൽ, റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ലേൺ ഒറ്റക്ക് ഓടി, ഡോഗിൻ്റെ കൂടെ ഓനെ വിളിച്ച് വന്ന ആൾക്കാരെല്ലാവരും ഓടി. എന്തിനാണ് ഓടി ചോദിച്ചു കഴിഞ്ഞാൽ, ഓനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പറഞ്ഞത്, ദി മോർ യു ഷെയർ ദി ലെസ് യു അച്ചീവ്. അപ്പം എന്തായി, ആ മറ്റുള്ള ആൾക്കാർ എന്തായാലും നമ്മളെ സക്സസ് ആഗ്രഹിക്കണില്ല. ആ ഡോഗിൻ്റെ കേസ് പറഞ്ഞവർ എന്തായി, ആ ഡോഗിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓൻ്റെ പിന്നാലെ ഓടി. സോ ഒരാളും, പ്രത്യേകിച്ച് നമ്മളെ പബ്ലിക്, നമ്മളെ ഫ്രണ്ട്സ്, ഫാമിലി, ഇവൻ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് അടക്കം നമ്മളെ സക്സസ് ആയാലും നമ്മളെ കാര്യങ്ങളായാലും ആരും ആഗ്രഹിക്കണില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെ മുന്നിൽ ഇങ്ങനെ ആക്ട് ചെയ്യും. അതായത് ഈ സക്സസ് ആവണം, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയില്ല, അതിൽ സക്സസ് ആവണം എന്ന് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണവരെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും, ബട്ട് ആരും ജെനുവിൻലി നമ്മൾ ആ സക്സസ് കാണാൻ ആഗ്രഹിക്കുന്നവരല്ല, നമ്മളെ ഫെയിലിയർ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ രണ്ടാമത്തെ സംഭവമാണ്, സ്റ്റഡീസ് പറഞ്ഞ സംഭവമാണ്, ദ പേഴ്സൺ ക്യാൻ അച്ചീവ് ഹിസ് ഗോൾസ് വു കീപ്പ് ഇറ്റ് സീക്രറ്റ് അണ്ടിൽ ഇറ്റ്സ് വർക്ക്സ്. അതായത് ആ സംഭവം, അല്ലെങ്കിൽ മൂപ്പര് ഉദ്ദേശിച്ച ഗോൾസ്, ആ ഡ്രീംസ്, അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ സംഭവം, അത് അച്ചീവ് ചെയ്യണവരെ, അല്ലെങ്കിൽ അത് അക്കംപ്ലിഷ് ചെയ്യണത് വരെ സീക്രറ്റായി വെക്കുകയാണെങ്കിൽ ഓനക്കത് 90% അച്ചീവ് ചെയ്യാൻ പറ്റും. ആരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഇതിങ്ങനെ കൂടുതൽ ഷെയർ ചെയ്യുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ. സോ മൂന്നാമത്തെ ഒരു സംഭവമാണ്, നമ്മളെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ കളിയാക്കി, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം അത് തെറ്റോ അല്ലെങ്കിൽ നമ്മളെ തെറ്റോ അല്ല. ബ്ലെയിം ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ നമ്മളെ ഗോൾസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ ബ്ലെയിം ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ അതിനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ് സെറ്റും നമ്മളെ മൈൻഡ് സെറ്റും ചേരാത്തത് കൊണ്ടാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ നമ്മളെ വേൾഡിൽ ഓരോരുത്തരും ഓരോ സംഭവത്തിനെ കാണുന്ന ആ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഓരോ സംഭവത്തിനെ അപ്രോച്ച് ചെയ്യുന്ന സംഭവങ്ങൾ ഡിഫറെൻറ്റ് രീതിയിലേക്കാണ്. ഇപ്പോൾ ഒരാളോട് കണ്ടന്റ് ക്രിയേഷൻ നല്ലതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് നല്ല അറിയാം, മൂപ്പര് ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൂപ്പർക്ക് അതിലൊരു ഗ്രോത്ത് ഉണ്ട്, അതിന് ഏൺ ചെയ്യാൻ പറ്റുന്ന മൂപ്പർക്ക് അറിയാം, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ മൂപ്പര് അറിയാം. അപ്പോൾ മൂപ്പര് ആ സംഭവം അങ്ങനെ ചെയ്തു പോകുമ്പോൾ എന്തേക്കാരം, നേരെ മറിച്ച് കണ്ടന്റ് ക്രിയേഷൻ ഒന്നും അറിയാത്ത ആൾ ഒന്നാണ്ട് ചിലപ്പോൾ മേ ബി ബ്ലെയിം ചെയ്തേക്കാം, എനിക്കിപ്പോൾ അതിന് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല, വെറുതെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുകയാണെന്ന്. അപ്പോൾ അതിനെ കാണുന്ന രീതി, ആ കണ്ടന്റ് ക്രിയേഷനെ കാണുന്ന അപ്രോച്ച്, അല്ലെങ്കിൽ അതിനെ കാണുന്ന രീതി എന്തേക്കാരം,
രണ്ട് ആൾക്കാരും തമ്മിൽ നല്ല രീതിയിൽ ഡിഫറൻറ്റ് ഉണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ചെയ്യുന്ന ഒരാളും അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ഫുള്ള് റീൽസും സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഫുള്ള് കണ്ടന്റ് ഫുള്ള് കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്കും നല്ല തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. സോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ എത്രത്തോളം ഷെയർ ചെയ്യുമ്പോഴും ഓല് നമ്മളെ ബ്ലെയിം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഓരോ മൈൻഡ് സെറ്റും നമ്മളെ മൈൻഡ് സെറ്റും ഒരുമിച്ച് ചേരില്ല. നേരെ മറിച്ച് നിങ്ങളൊരു മൈൻഡ് സെറ്റിലുള്ള ഒരാൾ, അതായത് കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾ, നിങ്ങൾക്കും കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് കൂടുതൽ അറിയാം. അപ്പം നിങ്ങൾ ആളോട് ഷെയർ ചെയ്യുമ്പോൾ ആൾ ഒരിക്കലും നിങ്ങളെ ബ്ലെയിം ചെയ്യുക, നിങ്ങളെ കളിയാക്കാനും നിൽക്കില്ല. ആൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനേ നിൽക്കുള്ളൂ. സോ ഇപ്പോൾ 3 ഡിസ്അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു. ഇനി ലാസ്റ്റത്തെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, വാട്ട് യു ഷുഡ് ഡു അച്ചീവ് യുവർ ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾ സെറ്റ് ചെയ്യാം, അതിനുള്ള സിസ്റ്റംസ് സെറ്റ് ചെയ്യാം. അതിനുള്ളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതായത് ഗോൾസ് പറയുന്നത് നമ്മളെവിടെ ചേരാൻ കരുതുന്നു, ഡെസ്റ്റിനേഷൻ, ഇന്നൊരു കൊല്ലം കൊണ്ട് ഇന്ന സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ ഇന്നൊരു കൊല്ലം കൊണ്ട് ഇത്ര കിലോ ബോഡി, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് മണി, അതായത് അത് നമ്മളെവിടെ എത്താൻ ആഗ്രഹിക്കുന്നതാണ് ഗോൾസ്. സിസ്റ്റംസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഗോൾസിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങൾ. ഇപ്പോൾ ഒരാൾക്ക് ഈ 20 kg 2026 കഴിയുമ്പോഴത്തേന് 20 kg ആൾക്ക് ബോഡിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി ജിമ്മിക്ക് പോകേണ്ടി വരും, നല്ല ഫുഡ് കഴിക്കേണ്ടി വരും, നല്ല സ്ലീപ്പ് മുമ്പ് ബോഡിക്ക് കൊടുക്കേണ്ടി വരും. ഇതാണ് സിസ്റ്റംസ്. അതായത് ഗോൾ എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത് ആ സ്ഥലത്തേക്ക്, ആ ഡയറക്ഷനിലേക്ക് നമ്മൾ എത്തിക്കുന്ന സംഭവങ്ങൾ. സോ അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞ മാതിരി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, ഗോൾസിനെയും സിസ്റ്റത്തിനെയും കൂടുതൽ മനസ്സിലാക്കുക. എന്നിട്ട് ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ മാത്രം സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിനൊപ്പം സിസ്റ്റംസും സെറ്റ് ചെയ്യുക. അത് ഡെയിലി ചെയ്യാം. ഇത് ഒരാളോട് ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളിപ്പോൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളൊരു മെൻറ്റർ രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ, നമ്മളെ ഗൈഡ് ചെയ്യണേ ഈ മെൻറ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഓരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒന്നുകൂടി സപ്പോർട്ടിനീവേഴ്സ് കിട്ടുന്ന എല്ലാ ആൾക്കാരോട് മാത്രം ഷെയർ ചെയ്യുക. അല്ലാതെ നമ്മളെ നാട്ടിലത്തെ അല്ലെങ്കിൽ നമ്മളെ ബ്ലെയിം ചെയ്യാൻ ചാൻസ് ഉള്ള ആൾക്കാരോട് കൂടുതൽ എന്ത് ചെയ്യുക, നമ്മുടെ ഗോൾസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡ്രീംസിനെ കുറിച്ചോ ഷെയർ ചെയ്യാതിരിക്കുക. സോ ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് വീഡിയോ. സീ യു ഇൻ ദി അനദർ വീഡിയോ.